ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞങ്ങൾ റൂമിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയ ഒരു ചിക്കൻ ഫ്രൈയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചു. അതിനുശേഷം ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നന്നായിട്ട് ചതച്ച് വെച്ചു. അതിലേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഗരം മസാല, പിന്നെ ഒരു കോഴിമുട്ടയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു കൈക്കണക്കിനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഈ മസാലയിലേക്ക് ചിക്കനും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞങ്ങൾ കുറച്ച് തൈരും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു, അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ചിക്കൻ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് കോൺഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കണം. പിന്നെ ഞങ്ങൾ റെസ്റ്റും കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും ചിക്കൻ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു. പിന്നെ ചട്ടി ചൂടാൻ വെച്ചു. ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് ഓയിൽ ഒഴിച്ചു. ഞങ്ങളിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത്. നാട്ടിലെ വെളിച്ചെണ്ണയൊന്നും ഇവിടെ കിട്ടാനില്ല. ഓയിൽ ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇടുക. ഒരു വശം നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും മറിച്ചിടുക. ഒരു 10-15 മിനിറ്റ് 2 വശവും നന്നായിട്ട് ഇളക്കി മൊരിച്ചെടുക്കുക. ഞങ്ങൾക്ക് നല്ല മൊരിഞ്ഞ ചിക്കൻ ഫ്രൈ ആണ് ഇഷ്ടം, അതുകൊണ്ട് ഞങ്ങൾ നന്നായിട്ട് മൊരിച്ചെടുത്തു. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇഷ്ടം? കമൻറ്റ് ചെയ്യണേ. ഞങ്ങൾ 1 കിലോ ചിക്കനാണ് എടുത്തത്, അതുകൊണ്ട് തന്നെ 2-3 റൗണ്ട് പൊരിച്ചെടുക്കാനുണ്ടായിരുന്നു. ചിക്കൻ ഫ്രൈയുടെ കൂടെ കഴിക്കാൻ തന്തൂരി റൊട്ടിയാണ് എടുത്തത്. ഇത് രണ്ടും നല്ല കോമ്പിനേഷനായിരുന്നു. ഈ റെസിപ്പി ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അവർ യൂട്യൂബ് ചാനൽ.